തലയോട്ടി വയറ്റിൽ മാറ്റി വയ്ക്കുക, അതെന്തിന്? പലപ്പോഴും സ്ട്രോക്ക് സംബന്ധമായ ചികിത്സയിൽ ഈ സംശയം ഉണ്ടാകാറുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഞാൻ. ഡോക്ടർ ജയകൃഷ്ണൻ, ന്യൂറോ സർജൻ, EMS ആശുപത്രി, പെരിന്തൽമണ്ണ. സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ്. ഇത് പ്രധാനമായിട്ട് 2 തരത്തിലാണ് ഉണ്ടാകുന്നത്. ഒന്ന്, തലച്ചോറിലെ രക്തക്കുഴലുകൾ അടഞ്ഞു പോകുമ്പോൾ അത് കാരണം സ്ട്രോക്ക് ഉണ്ടാകുന്നു. 2, തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടി തലച്ചോറിലേക്ക് രക്തസ്രാവം ഉണ്ടാകുമ്പോൾ അത് കാരണം സ്ട്രോക്ക് ഉണ്ടാകുന്നു. ഈ 2 തരത്തിലുള്ള സ്ട്രോക്കുകൾ ഉണ്ടാകുമ്പോഴും പലപ്പോഴും തലച്ചോറ് നീര് വന്ന് വീർത്ത് അത് തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുവാനുള്ള സാധ്യത ഉണ്ടാകാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ തലച്ചോറിൻ്റെ സമ്മർദ്ദം കുറയ്ക്കുവാനും അതുവഴി തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും പലപ്പോഴും അതിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നേക്കാം. അത്തരം ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ഡീകംപ്രസീവ് ക്രേനിയക്ടമി എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷനിൽ തലയോട്ടിയുടെ ഒരു ഭാഗം നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത് എടുത്തു മാറ്റുകയും അത് വയറിൻ്റെ പുറത്തായിട്ട് തൊലിയുടെ അടിയിൽ ഒരു പ്രത്യേക പോക്കറ്റ് സൃഷ്ടിച്ച് അവിടെ നിക്ഷേപിക്കുകയും അതിനുശേഷം രോഗി മെച്ചപ്പെടുന്ന സാഹചര്യത്തിൽ ഈ തലയോട്ടിയുടെ ഭാഗം തിരിച്ച് യഥാസ്ഥാനത്ത് തന്നെ തിരിച്ചു വയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ തലയോട്ടി ആ ഭാഗത്ത് നിന്ന് മാറ്റി താൽക്കാലികമായിട്ട് മറ്റൊരു സ്ഥലത്ത് നിക്ഷേപിക്കുന്നത് മൂലം തലച്ചോറിന് വികസിക്കുവാനുള്ള കൂടുതലായിട്ട് സ്ഥലം ലഭിക്കുകയും അതുമൂലം തലച്ചോറിൻ്റെ സമ്മർദ്ദം കുറയുകയും തലച്ചോറിൻ്റെ പൊതുവായ പ്രവർത്തനം മെച്ചപ്പെടുവാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. ഇത് പലപ്പോഴും സ്ട്രോക്ക് സംബന്ധമായ രോഗങ്ങൾക്ക്, അത് രക്തക്കുഴൽ അടഞ്ഞിട്ടുള്ളതായാലും രക്തസ്രാവം ഉണ്ടായിട്ടുള്ളതായാലും അനുവർത്തിച്ച് വരുന്ന ഒരു ഓപ്പറേഷനാണ്. അത് രോഗികൾക്ക് പലപ്പോഴും ഗുണകരമായി ഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്.